ആചാര അനുഷ്ഠാനങ്ങളുടെ വിഷയത്തിൽ അടുത്തതായി പറയുന്നത് ആരാണ് ചാത്തൻ എന്നാണ്. നമ്മൾ പ്രാദേശികമായ ഈശ്വരാരാധന സാഹചര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ഉത്തരദേശങ്ങളിൽ, വിശേഷിച്ച് മലബാർ മേഖലയിൽ വിപുലമായി ആരാധിക്കപ്പെടുന്ന ഒരു ദേവതാഭാവമാണ് ചാത്തൻ സ്വാമി. അതിന് അനേകായിരം വർഷങ്ങൾ പഴക്കമുള്ള അനുഷ്ഠാന പാരമ്പര്യമാണ് നമുക്ക് കണ്ടെത്താവുന്നത്. അനേകം വ്യാഖ്യാനങ്ങളും ശാസ്ത്രവീക്ഷണങ്ങളും കഥാഗതികളും ഈ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താനാകും. അതിൽ ചിലതു മാത്രമാണ് ഇവിടെ പറയുന്നത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കരിനീലി പെറ്റ പൊന്മകൻ എന്ന് പറയാവുന്നതാണ്. ഉത്തര കേരളത്തിൽ വളരെ പ്രാചീന കാലം മുതലേ ആരാധിക്കപ്പെടുന്ന ഒരു ഗോത്രാരാധന പാരമ്പര്യത്തിൽ ഉറവെടുത്ത ദേവതാ സങ്കല്പമാണ് ചാത്തൻ സ്വാമി. ഉത്തര കേരളത്തിലെ മലവാര ദേശങ്ങളിൽ, മലയോര പ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാടിൻ്റെ അതിദേവതയാണ് കരിനീലി എന്ന സങ്കല്പം. ഈ കരിനീലി എന്ന ദേവതാഭാവത്തിൻ്റെ സന്താനങ്ങളായി 400-ൽ 10 കുറെ ചാത്തന്മാർ എന്ന ഒരു കഥാതന്തു കാണുന്നുണ്ട്. 400-ൽ 10 കുറെ എന്ന് പറഞ്ഞാൽ 390 ചാത്തന്മാരുടെ മാതാവായിട്ട് നീലിയെ സങ്കല്പിച്ചുകൊണ്ടുള്ള കഥാഗതികൾ ഉത്തര കേരളത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൽ പലതിലും പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും സാമാന്യമായി എല്ലാത്തിനും ഒരു ഭാവമാണ് കാണുന്നത്. ഈ 390 ചാത്തൻ സങ്കല്പങ്ങളിൽ പ്രധാനിയും മൂത്ത ആളെന്നുള്ള സങ്കല്പത്തിൽ വരുന്നതുമാണ് കരിങ്കുട്ടിച്ചാത്തൻ. ആ ദേവതാഭാവമാണ് ചാത്തൻ സ്വാമി എന്ന പേരിൽ നമ്മൾ വിപുലമായി ആരാധിച്ചു പോന്നിരുന്ന ദേവതാഭാവം. പോത്തിന്റെ പുറത്ത് കുറുവടിയുമായി സഞ്ചരിക്കുന്ന ദേവതയായിട്ടാണ് ചാത്തൻ സ്വാമിയെ സങ്കല്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ആരാധനകൾ ചാത്തൻ സ്വാമിക്ക് പറയുന്നുണ്ട്. അതിൽ പലതും കൗള സ്വഭാവത്തോടു കൂടിയതാണ്. വിവിധ ദേശങ്ങളിൽ, വിവിധ ദേവസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ചാത്തൻ സ്വാമിയുടെ ആരാധന നടക്കുന്നുണ്ട്. വിശ്വാസപൂർവം, വിനയപൂർവം ഭജിച്ചാൽ തൻ്റെ ഭക്തന് എല്ലാ ഐശ്വര്യങ്ങളും ചോദിക്കുന്നതെന്തും നൽകുന്ന ദേവതയാണ് ചാത്തൻ സ്വാമി എന്ന ദൃഢവിശ്വാസം സ്വാമി ഭക്തരുടെ ഇടയിൽ വളരെ ആഴത്തിൽ വേരിറങ്ങിയിട്ടുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സംസ്കൃതത്തിൽ ശാസ്താവ് എന്ന പദത്തിൻ്റെ ഗ്രാമീണ പദമാണ് ചാത്തൻ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ചരിത്ര ഗവേഷകരുണ്ട്. ശാസ്താവ് എന്നുള്ള പദത്തിൻ്റെ ഗ്രാമ്യഭാവമാണ് ചാത്തൻ എന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. അത് ചരിത്രപരമായ അവരുടെ വാദമാണ്. ഒരുപക്ഷെ ഈ രണ്ട് വാക്കുകളുടെയും സാമ്യം കേട്ടിട്ട് തോന്നിയതുമാകാം, ചിലപ്പോൾ അത് ശരിയുമാകാം. കരിനീലി എന്നറിയപ്പെടുന്ന ദേവത ഉത്തരഭാരതത്തിലെ ദശമഹാവിദ്യകളിൽ രണ്ടാമതായി ആരാധിക്കപ്പെടുന്ന നീലതാര എന്ന ദേവിയാണ് എന്ന് ചില ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ നീലതാര എന്ന ദേവതയ്ക്ക് 390 ബുദ്ധന്മാർ സന്തതികളായിട്ടുണ്ട് എന്നൊരു കഥയുമുണ്ട്. ഇതെല്ലാം തമ്മിൽ ഒരു സാമ്യത ഉണ്ട് എന്നുള്ളതല്ലാതെ പരിപൂർണമായി ആധികാരികമായി ഇതിനെപ്പറ്റി നമുക്ക് ഒരു പ്രസ്താവന പറയാനാവില്ല. എന്തായാലും ദക്ഷിണ ഭാരതത്തിൻ്റെയും ഉത്തര ഭാരതത്തിൻ്റെയും അതിപ്രാചീന ഏടുകളിൽ ആഴത്തിൽ വേരിറങ്ങിയ ചില താന്ത്രിക ആരാധനകളുടെ പരസ്പര ബന്ധം ഇതിനുള്ളിൽ കാണാം. ചാത്തൻ സ്വാമിയുടെ ആരാധന വൈദികമായ പാരമ്പര്യം കേരളത്തിൽ വന്നു ചേരുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ആദിമ വിഭാഗം
അവരുടേതായ പ്രത്യേക രീതിയിൽ നിഷ്കളങ്കമായി ആരാധിക്കുകയും സമൂഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന കാവൽ ദൈവമാണ് ചാത്തൻ സ്വാമി. കാടിൻ്റെ അധിപനും കുലങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും കൃഷിയിടത്തെ സംരക്ഷിക്കുന്നവനും വംശപരമ്പരയെ പരിപാലിച്ചു പോകുന്നതിനും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും തങ്ങളുടെ ഭക്തജനവർഗത്തെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ആളുമായി ചാത്തൻ സ്വാമിയെ അന്നും ഇന്നും ഭക്തന്മാർ വിശ്വസിച്ചു പോരുന്നു. ശരിയായ രീതിയിൽ ചാത്തൻ സ്വാമിയുടെ പൂജകളും ആരാധനകളും ചെയ്ത് ചിട്ടയോടുകൂടി ഒരു നിത്യപ്രാർത്ഥന സമ്പ്രദായം ഉപദേശരൂപേണ സ്വീകരിച്ച് അത് തുടരുന്നവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സ്വാമി നൽകുമെന്നാണ് വിശ്വാസം. നമസ്കാരം.